ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ റവയും മുട്ടയും വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു നോമ്പുതുറ പലഹാരമാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്കൊരു ഏലക്ക കീറിയിട്ട് കൊടുക്കാം. ഏലക്കയുടെ തൊലി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഏകദേശം 3/4 കപ്പോളം പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മുട്ട മിക്സിയുടെ ജാർ അടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ഏലക്കയുടെ തടികൾ നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കേണ്ടത് റവയാണ്. നമുക്ക് ഏകദേശം 1.5 കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ റവ എടുത്ത കപ്പളവിൽ തന്നെയാണ് 3/4 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിടണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിം ആക്കണം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു തവിയോളം മാവ് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നെയ്യപ്പത്തിൻ്റെ വലുപ്പത്തിൽ വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ മാവ് ഇച്ചിരി തിക്കായതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ് ഒഴിക്കാനായിട്ട്. ശ്രദ്ധിച്ചൊഴിച്ചു കൊടുക്കണം. ഇരിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വറുത്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ അയഞ്ഞ മാവ് മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് റവ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേവാനായിട്ട് വെക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എണ്ണയിൽ കിടക്കുന്ന സമയത്ത് ഇത് ഭയങ്കര സോഫ്റ്റാണ് ഈ മാവ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വളരെ ശ്രദ്ധിച്ച് വേണം മറിച്ച് കൊടുക്കാനായിട്ട്. ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുത്താലും മതി. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും വേറെ പണിക്കൊന്നും പോകരുത്. പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം ഒരു 2-3 മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ പലഹാരം നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിൻ്റെ 2 ഭാഗവും ലൈറ്റായിട്ട് ബ്രൗൺ ആവാനായിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കുട്ടികൾക്ക് എന്തായാലും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. ഒരല്പം തണുക്കുന്നതാണ് ഇതിൻ്റെയും ടേസ്റ്റ്. ഇപ്പം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മാവിനകത്ത് അത്യാവശ്യം പഞ്ചസാര ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണയിൽ റവയുടെ തരികളുണ്ട്. നല്ല ബ്ലാക്ക് കളർ ആണെങ്കിൽ നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചിട്ട് മാത്രമേ വീണ്ടും വറുക്കാവുള്ളൂ. ഇപ്പോൾ ഈ എണ്ണയിൽ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ബാക്കിയുള്ള മാവ് ഒഴിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും കൂടി അലിയിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞു വരണം. നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള മാവ് മതിയെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവ ചേർത്താൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്കും മാവ് കുറേ കൂടി ലൂസാകുന്നത് കൊണ്ട് തന്നെ ഒഴിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് തന്നെ ഒരുപാട് എണ്ണ കുടിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവ് തന്നെയാണ് നല്ലത്. ഇതാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മൊരിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നല്ല സോഫ്റ്റ് തന്നെയാണ്. ഒരുപാട് കട്ടിയൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മുടെ മാവെല്ലാം കൂടി ചേർന്ന് ഒറ്റയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് മാവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ഇതുപോലെ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം.